ഉന്നാവോ പീഡനക്കേസിൽ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗറിന് ഡൽഹി ഹൈക്കോടതി അനുവദിച്ച ജാമ്യത്തിനെതിരെ CBI സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഡിസംബർ 23-ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി മരവിപ്പിച്ച ഉത്തരവിനെ ചോദ്യം ചെയ്താണ് വെള്ളിയാഴ്ച CBI സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചത്. സെൻഗറിന്റെ അപ്പീലിൽ അന്തിമവിധി വരുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ മറ്റൊരു വധക്കേസിൽ 10 വർഷത്തെ തടവു ശിക്ഷ അനുഭവിക്കുന്നതിനാൽ ഉടൻ മോചിതനാകാൻ കഴിയില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ഡിസംബറിൽ വിചാരണ കോടതി സെൻഗറിനെ ജീവപര്യന്തം തടവിനും 25 ലക്ഷം രൂപ പിഴയ്ക്കും വിധിച്ചിരുന്നു. തുടർന്ന് 2020 ജനുവരിയിൽ ശിക്ഷയ്ക്കെതിരെ അപ്പീലും 2022 മാർച്ചിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിയും അദ്ദേഹം നൽകിയിരുന്നു. CBIയും ഇരയുടെ അഭിഭാഷകരും ഹൈക്കോടതിയിൽ ഈ നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ വെള്ളിയാഴ്ചയും ശക്തമായ പ്രതിഷേധം അരങ്ങേറി. നീതിക്കായി മുദ്രാവാക്യം വിളിച്ച് നിരവധി സ്ത്രീകൾ ഹൈക്കോടതിക്ക് പുറത്ത് പ്ലക്കാർഡുമായി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഉന്നോവയിലെ മകൾക്ക് വേണ്ടത് നീതിയാണ്, കാലതാമസമല്ല, ഉന്നോവ സഹോദരി മാപ്പ് എന്നിങ്ങനെ പുതിയ പ്ലക്കാർഡുകൾ പ്രതിഷേധക്കാരുടെ കൈകളിലുണ്ടായിരുന്നു. സമാധാനപരമായി നടന്ന പ്രതിഷേധക്കാരോട് സ്ഥലം വിട്ടുപോകാൻ ഡൽഹി പോലീസ് അനൗൺസ്മെന്റിലൂടെ ആവശ്യപ്പെട്ടു. CBIയുടെ നടപടിക്ക് കാത്തുനിൽക്കാതെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇരയുടെ അഭിഭാഷകൻ മഹ്മൂദ് പ്രാച്ച വ്യക്തമാക്കി. ശക്തമായ വാദങ്ങളുമായി ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകും. സെൻഗറിനെ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹാഥ്രസ് സംഭവത്തിൽ സമാനമായ ഗൂഢാലോചനയാണ് ഇവിടെയെങ്ങും നടക്കുന്നതെന്നും രാജ്യത്തെ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം 2 അഭിഭാഷകരും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയിരുന്നു. 2017 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് സെൻഗറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. കേസിന്റെ തുടർച്ചയിൽ പെൺകുട്ടിയുടെ പിതാവ് കസ്റ്റഡിയിൽ മരിക്കുകയും പിന്നീട് നടന്ന ട്രക്ക് അപകടത്തിൽ ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സമൂഹത്തെ നടുക്കിയ ഈ കേസിൽ ഹൈക്കോടതിയുടെ വിധി നിയമപരമായും സാമൂഹികമായും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതിജീവിതയുടെ നീതി തേടുന്ന പോരാട്ടം വീണ്ടും രാജ്യത്തെ സുപ്രീം കോടതിയുടെ വാതിൽ തട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.